ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നാം എല്ലാം പരിശുദ്ധ റമളാൻ മാസത്തിലെ അവസാന 10 ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സത്യവിശ്വാസികളും നോമ്പുകാരുമായ മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഈയുള്ളവൻ ഉദ്ദേശിക്കുന്നത്. റമളാൻ മാസത്തിലെ അവസാന 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമായ ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹാ ഖാലത് കാന النبي صلى الله عليه وسلم إذا دخل العشر شد مئزره وأحيا ليله وأيقظ أهله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ 10 ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ, ശദ്ദ മിഅ്സറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തുണി മുറുക്കി ഉടുത്തിരുന്നു. വ അഹ്യാ ലൈലഹു, രാത്രികളെ പ്രവാചകൻ ജീവിപ്പിച്ചിരുന്നു, അഥവാ രാത്രിയിൽ ഉറങ്ങിയിരുന്നില്ല എന്നർത്ഥം. വ ഐഖദ അഹ്ലഹു, കുടുംബത്തെയും പ്രവാചകൻ ഉണർത്തിയിരുന്നു. രാത്രിയുടെ അധിക സമയവും ഉറങ്ങാതെ കഴിച്ചുകൂട്ടാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ സംജാതമായാൽ തന്റെ അരമുറുക്കുകയും, അഥവാ തന്റെ തുണി മുറുക്കി ഉടുക്കുകയും, രാത്രിയെ ജീവിപ്പിക്കുകയും കുടുംബത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ തന്റെ അരയെ മുറുക്കി, അതല്ലെങ്കിൽ തന്റെ തുണി മുറുക്കി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, ഹുവ കിനായത്തുൻ അനിൽ ഇസ്തിഅദാദി ലിൽ ഇബാദതി വൽ ഇജ്തിഹാദി ലഹാ സിയാദതൻ അനിൽ മുഅ്താദ്. ഇവിടെ അരമുറുക്കി അല്ലെങ്കിൽ തുണി മുറുക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനയ്ക്കു വേണ്ടിയും അതിനുവേണ്ടി ഇജ്തിഹാദ് ചെയ്യുവാനും അധ്വാനിക്കുവാനും വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തയ്യാറെടുത്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിയാദതൻ അനിൽ മുഅ്താദ്, സാധാരണ പതിവായി ചെയ്തു വരുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് ഏതൊരു മാസത്തേക്കാളും കൂടുതൽ അധ്വാനിച്ചത് റമളാൻ മാസത്തിലാണ്.
ആ റമളാൻ മാസത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ അധ്വാനിച്ചത്, മറ്റു 20 ദിവസങ്ങളെക്കാൾ കൂടുതൽ പ്രവാചകൻ അധ്വാനിച്ചത് അവസാനത്തെ 10 ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു, വഖീല ഹുവൽ കിനായ അൻ ഇഅ്തിസാലിൻ നിസാഇ വതർക്കിൽ ജിമാ, സ്ത്രീകളിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന് അകന്നു നിൽക്കലും അവരുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അതുകൂടി ഉദ്ദേശിച്ചുകൊണ്ട്, കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10-ൽ ഇഅ്തികാഫിരിക്കൽ പതിവാണ് മരണം വരെ. ഈ നിലക്ക് ഭൗതികമായ എല്ലാ അർത്ഥത്തിലുമുള്ള സുഖങ്ങളിൽ നിന്ന്, സൗകര്യങ്ങളിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ആരാധനകൾക്ക് വേണ്ടി, ആരാധനകളിൽ മുഴുകുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ തയ്യാറെടുത്തിരുന്നു. അവസാന 10 ദിവസങ്ങളിൽ മറ്റു റമളാനിലെ 20 ദിവസങ്ങളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ അധ്വാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ كان رسول الله صلى الله عليه وسلم يجتهد في العشر الأواخر ما لا يجتهد في غيره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ മറ്റ് ഏതൊരു റമളാനിലെ ദിവസങ്ങളിലേക്കാളും കൂടുതലായി അധ്വാനിച്ചിരുന്നു, ഇജ്തിഹാദ് ചെയ്തിരുന്നു, കൂടുതൽ അധ്വാനിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ചുരുക്കത്തിൽ ഈ 2 ഹദീസുകൾ നമുക്ക് നൽകുന്ന പാഠം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ കൂടുതൽ അധ്വാനിക്കുകയും രാത്രിയെ സജീവമാക്കുകയും കുടുംബത്തെ കൂടി അതിൽ പങ്കാളികളാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല പ്രവാചകന്റെ ഇജ്തിഹാദിന്റെ ഏറ്റവും വലിയ രൂപം പ്രകടമായിട്ടുള്ളത് പ്രവാചകൻ